ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ബേസിക് ലൈഫ് സപ്പോർട്ടിനെ കുറിച്ചാണ്. അതിൽ തന്നെ ഹാർട്ട് അറ്റാക്ക്, ചോക്കിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്നു. ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുന്നതിനെയാണ് CPR എന്ന് പറയുന്നത്. ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസുകളുണ്ട് എങ്ങനെയാണ് CPR കൊടുക്കുന്നതെന്ന്. പക്ഷേ എല്ലാ മെഡിക്കൽ ടീമുകളും എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല അല്ലേ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഒരു സിറ്റുവേഷൻ അങ്ങനെ ബാഡ് ആയാൽ അടുത്ത് നിൽക്കുന്ന ആൾ എഡ്യൂക്കേറ്റഡ് ആവണമെന്നോ BLS സർട്ടിഫൈഡ് ആവണമെന്നോ ACLS സർട്ടിഫൈഡ് ആവണമെന്നോ ഇല്ല. ആക്ച്വലി ഈ BLS ACLS സർട്ടിഫൈഡ് ആണ്. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നതാണ് BLSനെ കുറിച്ച്. അപ്പോഴൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് എൻ്റെ നാട്ടിൽ എനിക്ക് BLSൻ്റെ ഒരു ക്ലാസ് എടുക്കണം, എല്ലാവരെയും അതേക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അതിനുള്ളൊരു സിറ്റുവേഷൻ, അതായത് ഒന്നാമത്തെ കാര്യം എനിക്ക് അവരോടൊക്കെ ചോദിക്കാനുള്ള നാണക്കേട്, രണ്ടാമത്തെ കാര്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അതിനായിട്ട് വരുമോ എന്നുള്ളൊരു ഇത്, പിന്നെ മൂന്നാമതെന്ന് പറഞ്ഞാൽ എല്ലാം ഒരേ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യണമെന്നല്ല. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നവരല്ല. നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ അവർക്കത് വേണ്ട, അങ്ങനെ തള്ളിക്കളയുന്ന കുറച്ച് ടീംസ് ഉണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്ന കുറച്ച് ടീംസ് ഉണ്ട്. അങ്ങനെ എല്ലാം കൂടെ ഉള്ളത് കൊണ്ട് അതേപോലെ തന്നെ ഇപ്പം നമ്മൾ പഠിപ്പിക്കാൻ ചെന്നാലും ഇവളെല്ലാം അറിഞ്ഞിട്ടാണോ വരുന്നത്, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വേണ്ടാന്ന് വെച്ചത്. അതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ബേസിക്സ് ലൈഫ് സപ്പോർട്ട് ഏത് സിറ്റുവേഷനിലാണ് കൊടുക്കേണ്ടതെന്നാണ്. ഇപ്പോൾ ഒരാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് വീഴുക എന്ന് പറയുമ്പോൾ അവരെപ്പോഴും ചെസ്റ്റിൽ പ്രസ് ചെയ്യും. രണ്ടാമത്തെ കാര്യം അവർ വീഴുന്നത് എവിടെയാണെന്നുള്ളതാണ്. റോഡിലാണോ, അതോ ഇനി ഏതെങ്കിലും വെള്ളത്തിലാണോ, പാടവരമ്പത്താണോ, അതോ നമുക്ക് CPR കൊടുക്കാൻ പറ്റാത്ത ഏത് സിറ്റുവേഷനിലാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇത് അവരെ സേഫ് ആയിട്ടുള്ള ഒരിടത്തേക്ക് മാറ്റുക എന്നുള്ളതാണ് അല്ലേ. സേഫ് എന്ന് പറയുമ്പം വെള്ളത്തിൽ വീണിട്ട് എടുത്ത് വീട് വരെ ഓടി അവിടെ ബെഡൊക്കെ ഒരുക്കി അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു 10 സെക്കൻഡിനുള്ളിൽ നമുക്ക് അവരെ സേഫ് ആക്കാൻ പറ്റുന്നത് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് നമ്മൾ നോക്കേണ്ടത്. ഒരു പരന്ന പ്രതലം, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ അവരെ ആദ്യം നമ്മളൊരു പരന്ന പ്രതലത്തിലോട്ട് കിടത്തുക. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് പുറത്തൊന്നും ഇഞ്ചുറി ഉണ്ടാവരുത്. അവർക്ക് നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള CPR കൊടുക്കാൻ പറ്റണം. കിടത്തിന് ശേഷം ആദ്യം തന്നെ നിങ്ങൾക്കിപ്പോൾ തൊട്ട് നോക്കിയാൽ അറിയാം, നമ്മുടെ ഇവിടെ ഇതിനെ പറയുന്ന പേരാണ് കരോട്ടിഡ് പൾസ് എന്ന് പറയും. അതൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നില്ല. എന്താണ് കരോട്ടിഡ് പൾസ്, ആ വേർഡ് അതൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നില്ല. പക്ഷെ നമ്മളിവിടെ തൊട്ട് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ തൊട്ട് നോക്കിയാൽ ഫീൽ ചെയ്യും, ടപ്പ് 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 എന്ന് നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യും. അപ്പം നിങ്ങൾ ആദ്യം ജസ്റ്റ് അത് നിങ്ങൾ എങ്ങനെ പിടിച്ചു നോക്കണം, ഇങ്ങനെ അതിന് ടെക്നിക്ക് ഉണ്ടോ, അതിനൊക്കെ ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഒരു മെഡിക്കൽ ടേംസിൽ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ സ്വന്തമായിട്ട് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കുക. അപ്പം നിങ്ങൾക്ക് അത് ഫീൽ വിത്തിൻ ഒരു 6 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ അത് ചെക്ക് ചെയ്ത് കഴിയും. ആ ടപ്പ് ഫീൽ നിങ്ങളുടെ ഫിംഗേഴ്സിൽ ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ അവരുടെ ചെസ്റ്റിൽ കംപ്രസ് ചെയ്യണം. ആ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഒരു ഹെൽപ്പാണ്. കാരണം ഒരു 2 മിനിറ്റ് വരെ നിങ്ങൾക്ക് CPR കൊടുക്കാൻ പറ്റും, ചെസ്റ്റിൽ കംപ്രഷൻ കൊടുക്കാൻ പറ്റും. ആ 2 മിനിറ്റിന് ശേഷം ചെസ്റ്റ് കംപ്രഷൻ എന്ന് പറയുന്നത് ഏറ്റവും എഫക്റ്റീവായിട്ട് കൊടുക്കേണ്ട ഒരു കംപ്രഷൻ. 2 മിനിറ്റ് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബോഡിയുടെ എനർജി, നിങ്ങൾ കൊടുക്കുന്ന കംപ്രഷൻ്റെ അളവും കുറയും. അങ്ങനെ കുറഞ്ഞാൽ എന്തിനാണ് നമ്മൾ കംപ്രഷൻ കൊടുക്കുന്നത്? നമ്മുടെ ഹാർട്ട് നിന്ന് പോകുന്ന സമയത്ത് നമ്മൾ ഹാർട്ടിന് പുറത്തുനിന്ന് ഹെൽപ്പ് ചെയ്യണം. ഹാർട്ടിനെ നമ്മൾ പമ്പ് ചെയ്ത് റിലാക്സ് ആക്കി അതിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടുകയാണ്. നമ്മൾ പ്രോപ്പറായിട്ട് പമ്പ് ചെയ്തില്ലെങ്കിൽ ഹാർട്ടിനെ പ്രോപ്പറായിട്ട് കംപ്രസ് ചെയ്ത് അതിലെ ബ്ലഡ് എല്ലാം പുറത്താക്കി അടുത്ത റീഫില്ലിങ് നടക്കില്ല. അതായത് ആ കിടക്കുന്ന ആളിന്റെ ബ്രെയിനിലേക്ക് ബ്ലഡ് സപ്ലൈ ഉണ്ടായി അവരെ പഴയ അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇനി ചെസ്റ്റിൽ കംപ്രസ് ചെയ്യേണ്ട സമയത്ത് ഏത് ഭാഗമാണ് നമുക്ക് കൈവെക്കാൻ ചൂസ് ചെയ്യേണ്ടതെന്നുണ്ട് അല്ലെ. ഇവിടെയോ ഒന്ന് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് പ്രോപ്പർ കംപ്രഷൻ ആവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, 2 നിപ്പിളിന്റെ സെന്ററിലായിട്ട് നമ്മളൊരു ഇമാജിനറി ലൈൻ ക്രിയേറ്റ് ചെയ്യുക. നിപ്പിളിന്റെ നേരെയും മുകളിൽ നിന്ന് താഴെയും ഒരു ഇമാജിനറി ലൈൻ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിന്റെ സെന്റർ പോയിന്റ് ആണ് നമ്മൾ കംപ്രസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. നമ്മുടെ കൈയിടുക ഈ ഭാഗമാണ് നമ്മൾ വെക്കേണ്ടത്. നമ്മുടെ ഡോമിനന്റ് ഹാൻഡ് ആണ്. നിങ്ങളൊരു ലെഫ്റ്റ് ഹാൻഡർ ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക, മറ്റേ ഹാൻഡ് മുകളിൽ നിന്ന് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. നിങ്ങൾ റൈറ്റ് ഹാൻഡർ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് പിടിക്കുക, മുകളിൽ നിന്ന് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തതിനു ശേഷം ഈ ഫിംഗർ നമ്മൾ നീർത്ത് തന്നെ പിടിക്കും. കംപ്രസ് കൊടുക്കുന്ന സമയത്ത് ആളുടെ നെഞ്ചിൽ ഇഞ്ചുറി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ നൂർത്ത് പിടിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കംപ്രഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് 1 2 3 കൊടുക്കേണ്ടത് 30 കംപ്രഷൻ ആണ് കൊടുക്കേണ്ടത്. 30 കംപ്രഷനും
2 ബ്രീത്തിങ്ങാണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പിനുള്ള ആളെ ബ്രീത്തിങ്ങിന് കൊടുക്കാനായിട്ട് വിളിക്കാം. ഇനി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു CPR കണ്ടിന്യൂ ചെയ്യാം. ബ്രീത്തിങ്ങിലേക്ക് നിങ്ങൾ പോകണമെന്നില്ല. അത് പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൈ സ്ട്രെയിറ്റ് ആയിരിക്കണം, നന്നായിട്ട് ഇങ്ങനെ ബോഡി കുനിഞ്ഞു നിൽക്കണം. കൗണ്ട് ചെയ്യേണ്ടത് 1 2 3 4. അപ്പം ഓരോരുത്തർക്കും കൗണ്ട് ചെയ്യുന്ന രീതി ഓരോന്നാണ്. അല്ലെങ്കിൽ 1 2 3 4 5 6 7 അല്ലേ, ചിലർ 1 2 3. അപ്പം ഈ ഒരു ഇതെന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള CPR അല്ല. അപ്പം നമ്മൾ ഫാസ്റ്റ് ആയിട്ട് 1 2 3 4 എന്ന് പറഞ്ഞാൽ ഹാർട്ടിനെ പ്രോപ്പറായിട്ട് ഫുള്ളായിട്ടും എന്താണ് ആ കംപ്രഷൻ കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണം, മേ ബി നിങ്ങൾക്ക് 1 in 1000 2 in 1000 3 in 1000 അങ്ങനെ ഒരു ഗ്യാപ്പ് ആക്കാം. ഞാൻ പറയുകയാണെങ്കിൽ 1 രമ്യ 2 രമ്യ 3 രമ്യ എന്ന് പറയുമ്പോൾ ആ രമ്യ എന്ന് പറയുന്ന വേർഡ് ഒരു ഗ്യാപ്പാണ്. 1 2 3. അപ്പോൾ രമ്യ എന്നുള്ളത് ഞാൻ മൈൻഡിലാട്ടോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 1 2 3 4. ഈ ഒരു ബോഡിയിൽ ഫുള്ള് പ്രഷർ നമ്മൾ കൊടുത്തിട്ടാണ് കംപ്രഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ബ്ലഡ് എന്ത് ചെയ്യും, പുറത്തേക്ക് പോയതിന് ശേഷം പുതിയ ബ്ലഡ് റീഫില്ലായി അത് നമ്മുടെ ബ്രെയിനിനെ അലേർട്ടാക്കും. ഓക്സിജൻ നന്നായിട്ട് സപ്ലൈ കിട്ടും. കൊടുത്തു റിലാക്സ് ആയി, കൊടുത്തു റിലാക്സ് ആവണം. അല്ലാണ്ട് അവിടെ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ കംപ്രഷൻ കൊടുത്തുകൊണ്ടിരിക്കരുത്. പ്രസ് ചെയ്തു മേളിലോട്ട് വരണം, പ്രസ് ചെയ്തു മേളിലോട്ട് വരണം. അപ്പോൾ ആ ചെസ്റ്റ് ഉള്ളിലേക്ക് പോകുന്നുണ്ടെന്നും ചെസ്റ്റ് തിരിച്ച് റിലാക്സ് ആവുന്നുണ്ടെന്നുമുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ നമ്മൾ കൊടുക്കുമെന്ന് ഇപ്പം എല്ലാവരും അതിന് കംഫർട്ടബിൾ ആണെന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ കണ്ടാൽ ആൾക്കാർ പാനിക്കാവും, CPR കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, ഉടനെ തന്നെ നമ്മൾ ഡോക്ടറെ വിളിക്കും. പക്ഷേ എല്ലാ അമ്മമാരും എല്ലാ പേരൻസും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത്. കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഇങ്ങനത്തെ ഒരു ഹാർട്ട് അറ്റാക്ക് പോലെ വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് 2 തമ്പ് യൂസ് ചെയ്ത് അവരെ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ ചെസ്റ്റിൽ 1 2 3 4 എന്ന് നിങ്ങൾക്ക് പ്രസ് ചെയ്യാം. അല്ലെങ്കിൽ അവരുടെ ചെസ്റ്റിലായിട്ട് 2 ഫിംഗർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ പ്രസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഫോട്ടോസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം അഡൾട്ടിന്, അതായത് എബോവ് 18 ഉള്ള ആൾക്കാർക്കെല്ലാം നമ്മൾ കൊടുക്കുന്നത് 30 കംപ്രഷനും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നത് 15 കംപ്രഷനുമാണ്. പീഡിയാട്രിക്സിന് കൊടുക്കുന്നത് നമ്മൾ 30 കംപ്രഷനുമാണ്. അപ്പം ഈ ഒരു ചെസ്റ്റ് ഉള്ളിലേക്ക് എത്ര പോകണം എന്നൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. കുഞ്ഞുങ്ങൾക്ക് എത്ര പോകണം, അഡൾട്ടിന്, ഇതിനെല്ലാം ഓരോ കണക്കുകൾ നമ്മുടെ ബേസിക് ലൈഫ് സപ്പോർട്ടിൽ പറയുന്നുണ്ട്. അഡൾട്ടിന് 5 ആണ്, പീഡിയാട്രിക്സിന് 4 ആണ്, കുഞ്ഞുങ്ങൾക്ക് ഇത്രയാണ്, ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നാലും അത് ആ ഒരു സമയത്ത് നിങ്ങളത് ചിന്തിച്ച് അത് ചെയ്യണമെന്നില്ല. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു. ഇനി ചോക്കിങ് എന്ന് പറഞ്ഞാൽ വലിയ ആളുകളെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ അതെല്ലാവർക്കും അറിയാം, വലിയ ആളുകൾ ചോക്കിങ് വന്നാൽ നിങ്ങൾക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ചോക്കിങ് വന്നാൽ നിങ്ങൾ അവരെ പുറകിൽ തിരിച്ച് കിടത്തുക, പുറത്ത് നന്നായിട്ട് തട്ടിയതിന് ശേഷം കുഞ്ഞിൻ്റെ വായിൽ നോക്കണം. അത് പോയിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് കരയും അല്ലേ. ചില കുട്ടികൾ പെട്ടെന്ന് ബോധക്ഷയരാകും. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ അത്ര സർട്ടിഫൈഡ് ആയിട്ടുള്ള കോഴ്സ് പോലെ ഒന്നുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാത്രമാണ്. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.